Hey guys, ഞാൻ ഈ പ്ലാൻ വരയ്ക്കാൻ എനിക്ക് അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡ്രോയിങ്ങിന് ഈ ഒരു ഇമേജിന് നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോകാഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ് സാധനം, ഇതാണ് ഡ്രോയിങ്. ഇതിനെന്ത് ചെയ്തു, ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് ഓട്ടോകാഡിലേക്ക് ഡ്രോപ്പ് ചെയ്തു, പ്ലേസ് ചെയ്തു, റൊട്ടേറ്റ് ചെയ്തു. അപ്പം സംഗതി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഡ്രോയിങ്. അപ്പം അടുത്ത് ചെയ്യേണ്ടത് വി പോർട്ടിൽ കയറാം. വി പോർട്ടിനകത്ത് കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സ്ക്രീൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോകണം. അതായത് ഒരു സൈഡിൽ ഈ ഒരു ഇമേജ് നിൽക്കും. ഇമേജിന് എത്ര സൈസ് ആവശ്യമില്ല, ഇമേജിന് ഇത്ര സൈസ് മതി. ഇമേജ് ഒരു സൈഡിലേക്ക് വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, മറ്റേ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വരയ്ക്കാം. ഓക്കെ, വരയ്ക്കാം ആസ് യൂഷ്വൽ. എന്ത് ചെയ്യുക, ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. ബട്ട് ഞാൻ നോക്കുന്നത് സ്മാർട്ടായിട്ടുള്ള മെത്തേഡാണ്. നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ വരച്ച് തരും. ഇത് വരയ്ക്കാൻ അത്ര വലിയ സമയമൊന്നും വേണ്ട. നിങ്ങളൊന്ന് ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ആ വർക്ക് ഫ്ലോ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് വരച്ച് ചേർക്കാൻ പറ്റും. പക്ഷേ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഒറിജിൻ സെറ്റ് ചെയ്യുക. ഒറിജിൻ സെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നല്ലേ കൺസ്ട്രക്ഷൻ ലൈൻ യൂസ് ചെയ്യുക, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ കൊടുക്കുക. ഇല്ലെങ്കിൽ ഞാനിപ്പം റേ ആണ് യൂസ് ചെയ്യുന്നത്. റേ യൂസ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഓർത്തോ ഓൺ ചെയ്തിട്ട് ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക, സെക്കൻഡ് പോയിന്റ് റൈറ്റിൽ ക്ലിക്ക് ചെയ്തു, തേർഡ് പോയിന്റ് ടോപ്പിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു, എസ്കേപ്പ് ചെയ്തു. റേ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ഫസ്റ്റ് പോയിന്റ് കളർ ഇസ് ഓക്കെ. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, സെക്കൻഡ് പോയിന്റ് ഇവിടെ എവിടെയും കൊടുക്കാം, തേർഡ് പോയിന്റ് ഇവിടെ എവിടെയും കൊടുക്കാം. ഈ 3 പോയിന്റ്സ് പിക്ക് ചെയ്തിട്ട് എസ്കേപ്പ് ഞെക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത് നോക്കേണ്ടത് നമ്മൾ ഓഫ്സെറ്റ് ചെയ്യുമ്പം കോമൺ ആയിട്ട് വരുന്ന ഡിസ്റ്റൻസ്. നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് വരുന്ന ഡിസ്റ്റൻസ് 20 ആണ്. 20 വാൾ തിക്നെസ് എത്രയാണ് തന്നിട്ടുണ്ടോ? വാൾ തിക്നെസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. വാൾ തിക്നെസ് മെയിൻ വാൾ 23 ആണ്, പാർട്ടീഷൻ വാൾ 10 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് മെയിൻ വാളിൻ്റെ തിക്നെസ് തന്നെ എന്ത് ചെയ്യാം, ഓഫ്സെറ്റ് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, ഓഫ്സെറ്റ് കയറിയിട്ട് എന്ത് ചെയ്തു, ഞാൻ മെയിൻ വാളിൻ്റെ തിക്നെസ് 23 കൊടുത്തു. ഫസ്റ്റ് എന്ത് ചെയ്തു, 23 ഇങ്ങോട്ട് കൊടുത്തു, എന്നിട്ട് എന്ത് സൂം ചെയ്യാം, 23 മുകളിലേക്കും കൊടുത്തു. ഓക്കെ, ഇനി നോക്കുക അടുത്ത സൈസ്. നമുക്ക് ഫസ്റ്റ് ചെയ്യുന്നത് വെർട്ടിക്കലായിട്ടുള്ള വാൾ കംപ്ലീറ്റ് വരയ്ക്കുകയാണ്. ഇത് കംപ്ലീറ്റ് വരയ്ക്കേണ്ട, ആദ്യം നമ്മൾ മാച്ച് ചെയ്യുന്നത് റൂമിൻ്റെ സൈസാണ്. അപ്പം ഫസ്റ്റ് ഇവിടെ 340 ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, 340 സൈസ് 340 കൊടുക്കാം. ഈ 340 കഴിഞ്ഞിട്ട് വാളിൻ്റെ തിക്നെസ് വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഡൈനാമിക് ഇൻപുട്ട് എന്നുള്ള സാധനമുണ്ട്, F12 പ്രസ് ചെയ്താൽ മതി. ഈ സാധനം ഓൺ ചെയ്ത് വെച്ചിട്ട് ചെയ്യാം. ഇത് ഓൺ ചെയ്ത് വെച്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മൾട്ടിപ്പിൾ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് ഡിഫോൾട്ടായിട്ട് വരുന്ന ഡിസ്റ്റൻസ് 23 ആണ് നമ്മൾ കൊടുത്തത്. ഓ എൻ്റർ 23 നമ്മൾ കൊടുത്തു. ഇതാണെന്ത് ഡിഫോൾട്ടായിട്ട് വരുന്ന ഓഫ്സെറ്റ് ഡിസ്റ്റൻസ്. 23 ആണെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. 23 അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ അടുത്ത റൂമിൻ്റെ സൈസ് നോക്കുക. അതായത് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ലൈനാണ് പോകുന്നത്, റൈറ്റിലേക്ക് നോക്കുക, ഈ ഒരു ലൈനാണ് പോകുന്നത്. സെക്കൻഡ് നമുക്ക് ഈ ഒരു ലൈനാണ് പോകുന്നത്, അത് സൈസ് 500 ഉണ്ട്. ഇത് 500 ഇവിടെ നിന്നാണ് മെഷർ ചെയ്യുന്നത് നോക്കണം. ഇവിടെ നിന്നാണ് 500 വരുന്നത്. ഇവിടെ എന്ത് ചെയ്ത് 500 കൊടുത്തു, വാൾ തിക്നെസ്സും കൊടുത്തു. ഓക്കെ, ഇനി അടുത്തത് എന്താണ് വരുന്നത്, ഈ വാളിൻ്റെ സെയിം ജസ്റ്റ് 1 മിനിറ്റ്. അപ്പം ഈ റൂം ക്ലിയറായി, ഈ റൂം ക്ലിയറായി. ഇനി അടുത്ത് വരുന്ന റൂം ഏതാണ്, നമുക്ക് ഈ ഒരു 300ൻ്റെ റൂം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഓഫ്സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ 300 എവിടെ നിന്നാണ് വരുന്നത്, നമ്മുടെ 500 വാൾ വിട്ടിട്ടാണ് 300 വരുന്നത്. അപ്പോൾ ഓഫ്സെറ്റ് കയറിയിട്ട് നമ്മൾ ഇത് ഞാനിങ്ങനെ സ്വിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ഓഫ്സെറ്റ് കയറേണ്ട ആവശ്യം. അപ്പം നിങ്ങൾ സ്വിച്ച് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി. അപ്പം എനിക്കിത് സ്ക്രീൻഷോട്ട് എടുത്തത് കാണിച്ചു തരണം, ഇതിൻ്റെ അകത്തേക്ക് പോകണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓഫ്സെറ്റ് കയറണം. നിങ്ങൾ സ്ക്രീൻ സ്വിച്ച് ചെയ്യുന്നില്ലെങ്കിൽ ഓഫ്സെറ്റ് ഇപ്പോൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം കൊടുത്താൽ മതി, ആ 23 എന്നുള്ള സാധനം അവിടെ തന്നെ ഉണ്ടാവും. അടുത്ത 300 ആണ്, ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഞാൻ ഇവിടെ എന്ത് ചെയ്യുക, 300 കൊടുത്തു. 300 കഴിഞ്ഞിട്ട് എന്താ വരുന്നത്, വാളിൻ്റെ തിക്നെസ് ഇവിടെ വരുന്നുണ്ട്, വാളിൻ്റെ തിക്നെസ് ഇവിടെ കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത് എന്താ വരുന്നത്, അടുത്ത് നോക്കുക. ഇപ്പം ഒന്നുകൂടെ സ്വിച്ച് ചെയ്യണം. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു വാളാണ് ക്രിയേറ്റ് ചെയ്തത്, ഇതും ക്രിയേറ്റ് ചെയ്തു, ഇത് ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്ത് നോക്കുക, ഒരു 180 ഡിസ്റ്റൻസ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്നാണ് 180 വരുന്നത്, 180 കൊടുത്തു, അവിടെ എന്ത് ചെയ്യുക, വാൾ തിക്നെസ് കൊടുത്തു. ഇപ്പോൾ ഏകദേശം ഹൊറിസോണ്ടലായിട്ടുള്ള മെയിൻ വാൾ കംപ്ലീറ്റ് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കുക, അടുത്തത് ഇത് 360 ആണ്, 360 കൊടുത്തു, വാളിൻ്റെ തിക്നെസ് കൊടുത്തു. ഇനി അടുത്തത് ഏതാണ്, 512 ആണ്. ഈ 512 ഞാൻ വരച്ചിട്ട് നോക്കിയപ്പോൾ മനസ്സിലായത് ഈ 512 എന്നുള്ള ഡിസ്റ്റൻസ് ഈ റൂമിൻ്റെ മൊത്തം സൈസാണ്. അപ്പം എനിക്ക് തോന്നുന്നു മിക്കവാറും പലരും ഈ റൂമിൻ്റെ മൊത്തം സൈസാണ് ഈ 512. അപ്പോൾ എന്ത് ചെയ്താൽ എനിക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യുക, 512 കൊടുക്കുക, 512 കൊടുത്തിട്ട് മുകളിലേക്ക് വിടാം. അപ്പം എന്തായി, ഈ ഒരു വാളും ക്ലിയറായി. ഇനി അടുത്ത എന്താണ്, 360 ആണ് വരുന്നത്. അടുത്ത എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, 360 കൊടുക്കുക, വാൾ തിക്നെസ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഇത് ട്രിം ചെയ്തു. ഓക്കെ,
ഇനി എന്ത് ചെയ്യുക, റൂം ബൈ റൂം കമ്പയർ ചെയ്യാം. ഫസ്റ്റ് റൂം ഇതാണ്. ഇപ്പം നമുക്ക് ഞാൻ സൈസ് മെഷർ ചെയ്യുന്നത് ME എന്ന് പറഞ്ഞ ടൂൾ വെച്ചിട്ടാണ്. ME നിങ്ങൾക്ക് AutoCAD പഴയ AutoCAD ഉണ്ടാവില്ല, ഇത് 2020 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ME കൊടുത്തത് ഫസ്റ്റ് റൂമിൻ്റെ സൈസ് എത്രയാണ്? 340 360 ആണ്. എനിക്ക് അത് തന്നെ വന്നിട്ടുണ്ട്, 340 360 വന്നിട്ടുണ്ട്. ഈ റൂമിൻ്റെ സൈസ് നോക്കാം 340 360, അതും പ്രോപ്പറായി വന്നിട്ടുണ്ട്. പക്ഷേ ഈ റൂമിൻ്റെ സൈസ് നോക്കുക, ഒന്ന് 340 512 ആണ്. ഒരു സൈസ് ക്ലിയർ ആണ്, വെർട്ടിക്കൽ സൈസ് ക്ലിയർ ആണ്. പക്ഷേ നോക്ക്, എനിക്ക് ഈ വാൾ ഇവിടെ വേണ്ട. അപ്പോൾ എന്ത് ചെയ്യുക, അത് നമുക്ക് ട്രിം ചെയ്ത് കളയാം. ഇനി സൈസ് മെഷർ ചെയ്ത് നോക്കുക, ഒന്ന് 500 വന്നിട്ടുണ്ട്, 512 വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായി, ഈ ഒരു റൂമും ക്ലിയർ ആയി. ഇനി അടുത്ത് ഞാൻ ഈ റൂമാണ് നോക്കാൻ പോകുന്നത്. ഈ റൂമിൻ്റെ സൈസ് 500 ഉണ്ട്, പിന്നെ 512 ഉണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ME കൊടുത്തിട്ട് നമുക്ക് 500 ഉണ്ട്, 312 വരുന്നിട്ടുണ്ട്. 312 വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്ത്, ആ റൂമും ക്ലിയർ ആയി. ഇനി നോക്കുക, ഇവിടെ ഇതില്ല. ഇവിടെ എന്ത് ചെയ്താൽ മതി, ഈ സാധനം ട്രിം ചെയ്ത് കളയാം. ഇതില്ല, എന്നിട്ട് എന്ത് ചെയ്യാം, ഇതും ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഈ റൂം ക്ലിയർ ആയി. ഇനി നോക്കാം അടുത്തത് ഈ റൂം നോക്കാം. ഈ റൂമിൻ്റെ സൈസ് എത്രയാണ്? 180 360 ആണ് തോന്നുന്നു. ജസ്റ്റ് സൈസ് മെഷർ ചെയ്ത് നോക്കാം. ഇത് 180 360, ആ റൂം ഓക്കെയാണ്. ഇനി അടുത്തത് ഈ റൂമാണ്. ഈ റൂമിൻ്റെ സൈസ് ഇപ്പം ഇവർ കൊടുത്തേക്കുന്നത്, നമ്മൾ വർഷിക്കുന്നത് ഒന്ന് 300 ഉണ്ട്, പിന്നെ ഒന്ന് 360 ആണ്. വേർട്ടിക്കലി ക്ലിയർ ആണ്. പക്ഷേ നോക്ക്, ഹൊറിസോണ്ടലി ഒരു 10 കുറവ് വരണം. അപ്പോൾ അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ലൈന് ഓഫ്സെറ്റ് ചെയ്താൽ മതി. അപ്പം നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഈ ലൈൻ ഓഫ്സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ചെറിയൊരു ടോയ്ലറ്റ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈസ് നോക്കാം. അപ്പം ഇതിൻ്റെ സൈസ് 137 ഉണ്ട്, 250. രണ്ടും കോമൺ അല്ല, രണ്ടും പോപ്പുലർ അല്ല, രണ്ടും നമുക്കിവിടെ കാണുന്നില്ല. അപ്പം ചെയ്യേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്താണ്, ഇനി നമുക്ക് അടുത്തത് നമുക്കിവിടെ 160 250 വരുന്നുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു സൈസ്, അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ലൈൻ യൂസ് ചെയ്തിട്ട് ട്രാക്ക് ചെയ്യാൻ പോകണം. അപ്പം വെർട്ടിക്കൽ ഹൈറ്റ് എത്ര ഉണ്ട്? 250 ഉണ്ട്. അപ്പം നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ലൈൻ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ TRA കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് താഴത്തേക്ക് പോയിട്ട് എന്ത് ചെയ്യുക, 250 കൊടുക്കാം. 250 കൊടുത്ത് 2 പ്രാവശ്യം എൻ്റർ ചെയ്തിട്ട് ഞാൻ ഈ പോയിന്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഇനി നോക്കുക, ഇതിൻ്റെ സൈസ് മെഷർ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വെർട്ടിക്കൽ ക്ലിയർ ആണ്, വെർട്ടിക്കൽ 250 വരുന്നുണ്ട്. ഇനി എന്താ വേണ്ടത്, ഹൊറിസോണ്ടൽ എന്താ വേണ്ടത്, ഹൊറിസോണ്ടൽ 160 ആണ് വേണ്ടത്. അപ്പോൾ നമുക്കറിയാം 137 കൂടെ ഒരു 20 കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായി, 160. അപ്പം എന്ത് ചെയ്തു, ഈ വോൾ ഇവിടെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക, ട്രിം ചെയ്തു. അപ്പം സൈസ് പ്രോപ്പർ ആയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു ലൈൻ ഓഫ്സെറ്റ് ചെയ്യണം. ഇപ്പം ഇത് കണ്ടോ, ഇത് ഇപ്പം സിംഗിൾ ലൈനായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബ്രേക്ക് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, സിമ്പിളായിട്ട് ഇതിനെ ട്രിം ചെയ്ത്, ഈ ഒരു ഭാഗം എന്ത് ചെയ്തു, ഞാൻ ട്രിം ചെയ്ത് കളഞ്ഞു. ട്രിം ചെയ്ത് കളഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇത് മൈനറായിട്ടുള്ള വാളാണ്. മൈനറായിട്ടുള്ള വാൾ നമ്മൾ 10 ആണ് ഓഫ്സെറ്റ് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ ഇതിനകത്ത് 10 കൊടുത്തു. ഇനി എന്തൊക്കെ ലൈൻ ഇല്ല, ഇതില്ല. പിന്നെ നോക്ക്, ഞാനിത് ചെറുതായിട്ടൊന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എന്തിനാണെന്ന് വെച്ചാൽ ട്രിം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഒരു അറേഞ്ച്മെൻറ്റും ഇല്ല. പിന്നെ ഇത് പുതിയ വേർഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രിം യൂസ് ചെയ്തിട്ട് ഡിലീറ്റും ചെയ്യും. ഇതുമില്ല. ഓക്കെ, ഒന്നുകൂടെ സൈസ് മെഷർ ചെയ്ത് നോക്കാം. കണ്ട് ഇത് 160 വരുന്നുണ്ട് ഹൊറിസോണ്ടലായിട്ട്, പിന്നെ വേർട്ടിക്കലായിട്ട് 250 വരുന്നുണ്ട്. അപ്പോൾ സൈസ് ക്ലിയർ ആയി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, പ്രോപ്പറായിട്ട് ഒരു റെക്റ്റാങ്കിൾ വരച്ച് കൊടുത്താലും മതിയായിരുന്നു. റെക്റ്റാങ്കിളിൻ്റെ സൈസ് എന്ത് ചെയ്യുക, 160 250 കൊടുക്കുക. അല്ലെങ്കിൽ ഈ ഡ്രാമ മൊത്തം കളിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അതും കൂടെ കാണിച്ചുതരാം. നമുക്ക് വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. അപ്പം നമുക്കറിയാം ഇതിൻ്റെ സ്റ്റാർട്ട് പോയിന്റ്, അതായത് ഈ റൂമിൻ്റെ സൈസ് പ്രോപ്പറാണ്. ഈ റൂമിൻ്റെ സൈസ് പ്രോപ്പർ ആകുമ്പോൾ ഈ റൂമിൻ്റെ കുറച്ച് എന്ത് ചെയ്താൽ മതി, ഈ 2 വാളിനെ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 160 കിട്ടും. എത്ര അഡ്ജസ്റ്റ് ചെയ്യണം നോക്കാം, ഒന്ന് ജസ്റ്റ് സൈസ് മെഷർ ചെയ്ത് നോക്കാം. ഇത് 137 വരുന്നുണ്ട് ഹൊറിസോണ്ടലായിട്ട്, ബട്ട് നമ്മുടെ പ്രോപ്പത്തിൽ ഇത് 160 ആണ് വരുന്നത്. അപ്പോൾ നോക്കുക, ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു റെക്റ്റാങ്കിൾ എടുക്കുക. റെക്റ്റാങ്കിൾ എടുത്തിട്ട് നമുക്കറിയാം ഈ ഒരു പോയിന്റ് ഫിക്സ്ഡ് ആണ്. ഇവിടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുക. എനിക്കിതിനെ ബോട്ടം റൈറ്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, സൈസ് എത്ര ഉണ്ട്, 160 ഉണ്ട്. ടാബ് പ്രസ് ചെയ്തിട്ട് വെർട്ടിക്കലായിട്ട് എത്രയുണ്ട്, 250 വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് സംഗതി വരുന്നത്. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത് മാത്രം മതി. എന്ത് ചെയ്തു, ഞാൻ ബാക്കിയുള്ളതിനെ മൊത്തം എന്ത് ചെയ്തു, ട്രിം ചെയ്ത് കളഞ്ഞു. ഇത് ആവശ്യമില്ല. പിന്നെ നോക്കാം, ഇത് റെക്റ്റാങ്കിളാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഒന്നല്ലെങ്കിൽ എക്സ്പ്ലോഡ് ചെയ്യുക, ഇല്ലെങ്കിൽ നോക്കുക ലൈൻ എന്ത് ചെയ്തു, ഞാൻ എക്സ്പ്ലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആവശ്യമില്ലാത്ത ഇതൊന്നും ആവശ്യമില്ല, ഇത് ഡിലീറ്റ് ചെയ്യുക. പിന്നെ എന്തൊക്കെ ആവശ്യമില്ലാത്തത്, പിന്നെ നോക്കൂ, താഴത്തേക്ക് 10 കൊടുക്കുക ഓഫ്സെറ്റ്. ഇത് താഴത്തേക്ക് 10 പോയി, ഇത് റൈറ്റിലേക്കും പോയി. ഇനി എന്ത് ചെയ്തു, ഞാൻ ഫില്ലറ്റ് ചെയ്തിട്ട് ഈ 2 ലൈൻ പിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ക്രോസായി. ഇനി നോക്കുക, അടുത്തത് നമുക്ക് ഇവിടെയും സംഗതി ചെയ്യാണ്ട് അതെന്ത് ചെയ്യുക, അതും ഫില്ലറ്റ് ചെയ്തും പിന്നെ ഇതും. ഓക്കെ, ഈ ലൈനിൻ്റെ ആവശ്യം ശരിക്കും ഇല്ല. അപ്പോൾ എന്ത് ചെയ്തു, നമുക്ക് അതെന്ത് ചെയ്താൽ മതി, ട്രിം ചെയ്ത് കളഞ്ഞാൽ മതി. ട്രിം ചെയ്തിട്ടോ ഇതും ട്രിം ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, ഞാൻ ഇതും ട്രിം ചെയ്തു. കാരണം എനിക്ക് താഴത്തെ ഈ ഒരു പോയിൻ്റ് ആവശ്യമുണ്ട്. കാരണം ഈ സ്റ്റെയർ വരയ്ക്കാൻ വേണ്ടി താഴത്തെ പോയിൻ്റ് ആവശ്യമുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഒരു ലൈന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഓഫ്സെറ്റ് ചെയ്യുക.
D2ൻ്റെ സൈസ്, D2ൻ്റെ സൈസ് എനിക്ക് ഓർമ്മയില്ല. D2ൻ്റെ സൈസ് എത്രയുണ്ട്? D2ൻ്റെ സൈസ് D1 D2 D2ൻ്റെ സൈസ് 80. ഓക്കെ, നമ്മുടെ സ്റ്റാൻഡേർഡ് സൈസ് തന്നെയാണ്. അപ്പം എന്ത് ചെയ്തു, ഞാൻ ഓഫ്സെറ്റ് ചെയ്തിട്ട് 80 കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഇതിനെ മുകളിലേക്ക് വിട്ടു. എന്നിട്ട് എന്ത് ചെയ്തു, ബാക്കി ഇതിനെ ട്രിം ചെയ്തു. ഇങ്ങനെയും ചെയ്യാം. ഇതൊന്നും ആവശ്യമില്ല, ഇത് ട്രിം ചെയ്യാം. ഇതാവശ്യമില്ല, ഇത് ട്രിം ചെയ്യാം. നിങ്ങൾക്ക് ഫസ്റ്റ് മെത്തേഡോ അല്ലെങ്കിൽ സെക്കൻഡ് മെത്തേഡോ, ഈ റൂം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഏത് മെത്തേഡ് വേണമെങ്കിൽ ഫോളോ ചെയ്യും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സൈസ് മെഷർ ചെയ്തു. ഓക്കെ, ഇത് 290 × 360. അതിൻ്റെ തൊട്ടടുത്ത റൂമാണ് 290 × 360. അപ്പം ഇതിൻ്റെ അന്ന് ഏകദേശം നിങ്ങൾക്ക് ഈ ടോപ്പത്തെ റൂം ക്ലിയറായി, ഈ താഴത്തെ റൂം ക്ലിയറായി. ഇനി എന്ത് ചെയ്യാം, അടുത്തത് ഈ റൂം നമുക്ക് നോക്കാം. നമുക്ക് ആറ്റും നോക്കാം. ഇത് വോൾഡ് വെച്ച് മാച്ച് ചെയ്യാം. അതായത് ഈ ഉള്ളത്തെ ലൈനില്ല, ആവശ്യമില്ലാത്ത സാധനം മൊത്തം എന്ത് ചെയ്താൽ മതി, ട്രിം ചെയ്ത് കളഞ്ഞാൽ മതി. അതായത് ഈ ലൈനില്ല. പിന്നെ അതേപോലെ നോക്കുക, ഈ ഒരു ലൈൻ കണ്ടോ, വോളിൻ്റെ ഇന്നർ ഫേസ് ഉണ്ട്, പക്ഷേ ആ ഇന്നർ ഫേസ് ഇങ്ങോട്ടില്ല. അതായത് ഈ ലൈനില്ല, പിന്നെ ഇതുമില്ല. ഓക്കെ, ഇതൊന്ന് സൈസ് മെഷർ ചെയ്ത് നോക്കാം. ഇവിടെ എന്ത് ചെയ്തു, 323 383 സൈസ് പ്രോപ്പറാണ്. ഇനി അടുത്ത് നോക്കി, ഇത് 137. ഈ 137ൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലൈൻ ഇവിടെ ഇല്ല. അതായത് ഈ ലൈൻ ചെയ്താൽ മതി, ഇത് ട്രിം ചെയ്താൽ മതി. ഞാൻ ഇത് ട്രിം ചെയ്തു. ഇനി ഒന്ന് സൈസ് മെഷർ ചെയ്ത് നോക്കാം. 160 വരുന്നുണ്ട്, 383 വരുന്നുണ്ട്. ഇത് പ്രോപ്പറായി വന്നിട്ടുണ്ട്. ഇനി നോക്കാം, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ മൊത്തം ട്രിം ചെയ്യുന്നതാണ്. ഞാനിത് മൊത്തം ട്രിം ചെയ്ത് കാണിച്ച് തരുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ലോജിക്ക് പോലെ കംപ്ലീറ്റ് ആയിട്ട് ട്രിം ചെയ്യാം. ഇത് ആവശ്യമില്ല, ഇത് നമ്മൾ കംപ്ലീറ്റ് ഒഴിവാക്കി കളഞ്ഞാൽ മതി. ലാസ്റ്റ് നമുക്ക് ട്രിം ചെയ്യാം. ഇത് തൽക്കാലം അവിടെ നോട്ടെ. ഇനി അടുത്തത് നമുക്ക് വേണ്ടത്, ഇവിടെ നമുക്ക് സ്റ്റെയർ വരയ്ക്കുന്ന കാര്യമാണ്. സ്റ്റെയർ നോക്കാം. സ്റ്റെയർ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം. നോക്കാം, ഇത് ജസ്റ്റ് നോക്കിയാൽ മതി. ഇതിൻ്റെ പ്രൊജക്ഷൻ കണ്ടോ, ഈ ഒരു വോളിൻ്റെ എൻഡ് നിന്നാണ് ഈ ഒരു പ്രൊജക്ഷൻ വരുന്നത്. അതായത് ടോയ്ലറ്റിൻ്റെ ഇന്നർ ഫേസ് നിന്നാണ് ഈ പ്രൊജക്ഷൻ വരുന്നത്. ആ ലൈനാണിത്. ഞാൻ എന്ത് ചെയ്തു, ലൈൻ്റെ ലെങ്ത്ത് 200 ആണ് ടോട്ടൽ. ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് താഴത്തേക്ക് ഒരു 100 കൊടുത്തു. പിന്നെ എൻട്രി ചെയ്തിട്ട് ഒരു 100 കൂടെ കൊടുത്തു. അതായത് ഇത് 2 ലൈനായിട്ട് ഞാൻ വരച്ചു. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടോ, ഈ ഒരു പാർട്ടിൻ്റെ, അതായത് ഈ ഒരു പാർട്ടിന് നമുക്ക് ലൈൻ ടൈപ്പ് മാറ്റാനുണ്ട്. അപ്പോൾ അത് എന്താ ചെയ്യുക, നമ്മളിത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ലൈൻ ഇതിൻ്റെ സെൻറ്ററിലൂടെ എങ്ങനെ വരച്ചു കൊടുക്കുക. കാരണം അവിടെ ഓൾറെഡി ഒരു ലൈൻ ഉണ്ടല്ലോ, നമ്മുടെ ഫിഗറിൽ ലൈൻ ഉണ്ടല്ലോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് രണ്ടിനും സെലക്ട് ചെയ്യുക, ഇതിനും സെലക്ട് ചെയ്യുക, ഇതിനും സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്താൽ വേണ്ടത്, ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് പാത്ത് അറേ കൊടുത്താൽ മതി. അറേ പാത്തിൽ കയറിയിട്ട് പാത്ത് സെലക്ട് ചെയ്യാം. നമുക്ക് ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്പറാണ് വേണ്ടത്. അതായത് ഞാനിത് കൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ 1 2 3 4 5 6 7 8 9 10 10 നമ്പർ വരുന്നുണ്ട്. നമുക്ക് നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫോൾട്ടായിട്ട് നമ്മൾ ഇവിടെ ഐറ്റത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പേസിംഗ് ആണ് ചോദിക്കാം. അപ്പം സ്പേസിംഗ് അല്ല നമുക്ക് വേണ്ടത്, മെത്തേഡ് മാറ്റി കൊടുത്താൽ മതി. മെത്തേഡിൽ പോയിട്ട് നമ്മൾ ഡിവൈഡ് എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഐറ്റത്തിൽ കയറിയിട്ട് നമ്മൾ എത്ര നമ്പർ ഓഫ് ഐറ്റം ഉണ്ടെന്ന് കൊടുക്കുക. നമ്പർ ഓഫ് ഐറ്റം നമുക്ക് 10 ആണുള്ളത്. അപ്പോൾ 10 കൊടുത്തിട്ടുണ്ടെങ്കിൽ സാധനം മര്യാദയ്ക്ക് വന്നിട്ടുണ്ടാവും. കണ്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, അസോസിയേഷൻ നോ കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് കയറിയിട്ട് സാധനം സെലക്ട് ചെയ്യേണ്ടത്. അസോസിയേഷൻ നോ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് സെലക്ഷൻ കിട്ടുള്ളൂ. ഇനി ബാക്കി ഈ ലൈനിൽ ഞാനിപ്പോൾ എന്ത് ചെയ്തു, ഓഫ്സെറ്റ് കയറിയിട്ട് ത്രൂ എടുത്തു, പിടിച്ച് താഴത്തേക്ക് കിട്ടും. ഓക്കെ, ലൈൻ ടൈപ്പ് നമുക്ക് ലാസ്റ്റ് സമയം പോലെ മാറ്റാം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, LT കയറിയാൽ മതി. അത് ഞാൻ ലാസ്റ്റ് മാറ്റാം. ഇനി അടുത്ത് എന്ത് ചെയ്യാം, ഇവിടെ നമുക്കൊരു ഫില്ലറ്റ് ചെയ്ത സാധനം വരുന്നുണ്ട്. ഓക്കെ, ഫില്ലറ്റ് എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ചാൽ ഒന്ന് നോക്കാം. നമുക്ക് ആർക്ക് കയറാം. ആർക്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് ഡയറക്ഷൻ വെച്ചിട്ട് ഈ സാധനം ചെയ്യാം. സ്റ്റാർട്ട് എൻഡ്, എന്നിട്ട് എന്ത് ചെയ്യുക, ഡയറക്ഷൻ മൗസ് യൂസ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കാം. ഇത് ഓഫ്സെറ്റ് വരുന്നത് 23 ആണ്. 23 എന്ത് ചെയ്ത് പുറത്തേക്ക് ഓഫ്സെറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ആവശ്യമില്ലാത്ത പാട്ട് മൊത്തം ട്രിം ചെയ്ത് കളഞ്ഞാൽ മതി. അതായത് ഇതൊന്നും ആവശ്യമില്ല. ഓക്കെ, ഓ മാൻ എന്തോ പോയല്ലോ, ഒന്നുമില്ല, അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നാൽ ഇവിടെ ആർക്കായിട്ടാണ് വരുന്നത്. അപ്പം എന്ത് ചെയ്യുക, ഇതും ട്രിം ചെയ്ത് കളയാം. ഇതില്ല. പിന്നെ നോക്കുക, പിന്നെന്താ, ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ ഓക്കെ, പിന്നെ ഇതുമില്ല. ഓക്കെ, എനിവേസ് നമ്മൾ സ്റ്റെയർ വരച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ഇവിടെ ഒരു റൂമും കൂടെ ബാക്കിയുണ്ട്. അതെന്ത് ചെയ്താൽ മതി, സിമ്പിളായിട്ട് നമുക്കൊരു റെക്റ്റാങ്കിൾ വരച്ച് കൊടുത്താൽ മതി. നമുക്ക് റെക്റ്റാങ്കിൾ എടുത്തിട്ട് ഞാൻ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. നിങ്ങൾ വരയ്ക്കുമ്പോൾ നോക്കാം, ഡൈനാമിക് ഇൻപുട്ട് ഓൺ ചെയ്ത് വെച്ചിട്ട് വരയ്ക്കാം. അതിൻ്റെ സൈസ് ഹൊറിസോണ്ടലി 190 ആണ് വരുന്നത്. 190 ടാബ് 150 കൊടുക്കുക, എൻ്റർ ചെയ്യാം. എന്നിട്ട് ഞാൻ ഇതിന് എന്ത് ചെയ്തു, എക്സ്പ്ലോഡ് ചെയ്തിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക, ഓഫ്സെറ്റിൽ നമുക്ക് അതിൻ്റെ തിക്നെസ് 10 ആണ് വരുന്നത്. ഇത് 10 കൊടുത്ത്, ഇത് 10 കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ഫില്ലറ്റ് ഇതും. ഓക്കെ, അപ്പം ടോയ്ലറ്റിൻ്റെ സൈസ് റെഡി, 150 190. ഓക്കെ, ഇനി നോക്കാം അടുത്തത്. ഈ ലൈന് ഞാനൊന്ന് കുറച്ചൊന്ന് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തു. എന്തിനാണെന്ന് വെച്ചാൽ എനിക്കിത് ട്രിം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ട്രിം ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഈ ലൈന് ഒന്നുകൂടെ ട്രിം ചെയ്യാം. ഇത് നമുക്ക് ആവശ്യമില്ല.
പിന്നെ ഇവിടെ D2 വരുന്നുണ്ട്. ആ D2 നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ മുന്നേ നോക്കാം, നമുക്ക് റൂമിൻ്റെ സൈസൊക്കെ കംപ്ലീറ്റ് ഓക്കെ ആയിട്ടുണ്ട്. അതായത് നോക്കുന്നതുകൊണ്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് 500 അതിനാണ് ഇവിടെ വരുന്നത്. 500 ഓക്കെ. ഇനി നോക്കാം അടുത്തത് 300 ആണ്. 300 ആണ്. നമുക്ക് ടോയ്ലറ്റിൻ്റെ സൈസ് ഓക്കെയാണ്. ഇത് ഓക്കെയാണ്. ഈ ഒരു റൂം നോക്കൂ, 290 360 അത് ഓക്കെയാണ്. പിന്നെ ഇത് നോക്കാം 250 160 അത് ഓക്കെയാണ്. പിന്നെ ഇത് ഓക്കെയാണ്. അങ്ങനെ നമ്മൾ വരച്ച റൂമിൻ്റെ സൈസൊക്കെ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പ്ലാൻ വർക്ക് എങ്ങനെ ചെയ്യുക. ഇനി അടുത്തൊക്കെ നിങ്ങൾ ട്രിം ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പം ഇത് ട്രിം ചെയ്യുന്ന അത്ര വലിയ സംഭവമൊന്നുമല്ല. എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഞാൻ എല്ലാ ഡോറും എല്ലാതൊന്നും ട്രിം ചെയ്യുന്നില്ല. ഞാൻ ഇപ്പം ട്രിം ചെയ്ത് എന്ത് ചെയ്യുക, വിൻഡോ വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറേ മെത്തേഡ് ഉണ്ടോ. എന്ത് ചെയ്യുക, ബ്ലോക്ക് ചെയ്തിട്ട് വെക്കാം, ഇല്ലെങ്കിൽ സാധാരണ വരച്ചിട്ട് വെക്കാം. ഇപ്പം എന്തായാലും നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം 2-3 വിൻഡോ ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇപ്പം വിൻഡോ വെക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യുക, വോളിൻ്റെ തിക്നെസ് ആണ് ഇത് കൊടുക്കണം. അപ്പോൾ C23 കൊടുത്തു. 23 കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ലൈൻ്റെ ലെങ്ത് കൊടുക്കുക. നമ്മുടെ വിൻഡോൻ്റെ സൈസ് അവിടെ തന്നിട്ടുണ്ട്. ഇപ്പം മേ ബി W1 ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, വിൻഡോൻ്റെ സൈസ് നോക്കാം. വിൻഡോൻ്റെ സൈസ് ഇപ്പം W1 ആണ് ഞാൻ വെക്കാൻ പോകുന്നത്. 80 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 80 കൊടുത്തു. 80 കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഓഫ്സെറ്റിൽ ത്രൂ കൊടുക്കാം. ഈ ലൈനിനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് ഇടാം. നിർബന്ധമായിട്ട് തന്നെ ബ്ലോക്കാക്കി വെക്കാം. B കൊടുക്കാം. നമുക്ക് സെലക്ട് ചെയ്തിട്ട് B കൊടുത്തു, ബ്ലോക്കാക്കിയിട്ട് എന്ത് ചെയ്യുക, എന്തെങ്കിലും പേര് കൊടുക്കുക. പിക്ക് പോയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ ബേസ് പോയിൻറ്റ് പിക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ. അപ്പോൾ സാധനം ഇവിടെ വന്നിട്ടുണ്ട്. ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എൻ്റർ കൊടുക്കുക. ഇല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പുതിയ വേർഷൻ ആണെങ്കിൽ ക്ലാസിക് ഇൻസേർട്ട് കൊടുക്കുക. ഇപ്പോൾ പുതിയ വേർഷൻ അതായത് 2020 മുകളിലേക്ക് നിങ്ങൾ എൻ്റർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ടൈപ്പ് ബോക്സാണ് വരിക. ഇങ്ങനത്തെ ഒരു ബോക്സാണ് വരിക. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. എന്ത് ചെയ്താൽ മതി, ഇൻസേർഷൻ പോയിന്റ് ടിക്ക് ചെയ്യുക, പിന്നെ റൊട്ടേഷൻ ടിക്ക് ചെയ്യുക, റിപ്പീറ്റ് പ്ലേസ്മെൻറ്റ് ടിക്ക് ചെയ്യുക. ബട്ട് എനിക്ക് ഇതത്ര ഇഷ്ടമായിട്ടില്ല. ഞാൻ അതുകൊണ്ട് അത് യൂസ് ചെയ്യുന്നില്ല. അപ്പം മേ ബി നിങ്ങൾ പഴയ വേർഷനാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇതേ കയ്യിലുണ്ടാവുള്ളൂ, ഈ ഒരു ബോക്സ് കയ്യിലുണ്ട്. ഞാൻ ഇത് ടിക്ക് ചെയ്ത് കൊടുത്തു. സ്പെസിഫൈ സ്ക്രീൻ ടിക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ കൊടുക്കുക. പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യാൻ ചോദിക്കുക. റൊട്ടേറ്റ് ചെയ്യുക, പ്ലേസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റർ ചെയ്യുക, പ്ലേസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യാം, എൻ്റർ ചെയ്യാം. ഓക്കെ കൊടുത്താൽ മതി. പ്ലേസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യാം, പ്ലേസ് ചെയ്തിട്ട് എൻ്റർ ചെയ്യാം. ഓക്കെ കൊടുക്കാം, പ്ലേസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ. ഇപ്പം മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും, മേ ബി ഇവിടുന്ന് ഒരു 100 ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ് വിൻഡോ വെക്കേണ്ടത്. അപ്പം അങ്ങനത്തെ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രാക്കിംഗ് ആണ് യൂസ് ചെയ്യേണ്ടത്. പ്ലേസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ട്രാക്കിംഗ് യൂസ് ചെയ്യുക. ഈ പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുക. എത്ര ഡിസ്റ്റൻസ് ആണ് പോകേണ്ടത്, 100 കൊടുക്കുക. 100 ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഡബിൾ എൻ്റർ ചെയ്യുക. എന്നിട്ട് റൊട്ടേറ്റ് ചെയ്യാം. അതായത് ഇപ്പം ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് നമ്മൾ ലീനിയർ ഡയമെൻഷനിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇത് മുതൽ ഇതുവരെ ഡിസ്റ്റൻസ് എത്ര വന്നിട്ടുണ്ടോ, 100 വന്നിട്ടുണ്ടോ. ഇനി അടുത്തത് വന്നു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക, ഞാൻ ഇതെന്ത് ചെയ്തു, കറക്റ്റ് എനിക്കിതിൻ്റെ മിഡ് പോയിന്റ് തന്നെ കൊണ്ടുപോകണം. ഇത് പ്രശ്നമല്ല. ഇതെന്ത് ചെയ്താൽ മതി, നമ്മളിപ്പം ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ മിഡ് പോയിൻ്റ് അല്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്യുക, ഇതിൻ്റെ മിഡ് പോയിന്റ് പിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുപോക്കുക. ഇത് കറക്റ്റ് ഇതിൻ്റെ മിഡ് പോയിൻ്റാണ്. ഓക്കെ. ഇതിൻ്റെ മിഡ് പോയിന്റ് സെയിം തന്നെയാണ്. മൂവ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം ബേസിക്കായിട്ട് ഇത് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്.